നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര സന്തോഷത്തിൽ. ഇന്ന് മോള് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കി പരിപാടി നടന്നുകൊണ്ടിരിക്കുക. എല്ലായിടും പരിസരവും എല്ലാം വൃത്തിയാക്കി വെച്ചു, ഒരു തച്ച് പണി ചെയ്തു. പിന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഇനി അടുത്ത അംഗമുണ്ട്. വന്നതിൻ്റെ ഇത് അവർ പുറകിനെ നടക്കുക. പിങ്കിയെ കൂട്ടിലോട്ട് മാറ്റി, അവൾ തുറന്ന് മറിക്കുന്നുണ്ട്. അവളെ അങ്ങോട്ട് മാറ്റിയിട്ട് എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. പിങ്കിക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ഉടനെ അവന് അവിടെ ചെന്നു. മൊത്തം കാട് പിടിച്ച് അലമ്പാട്ട് കിടക്കുമായിരുന്നു. കൊച്ചു വന്ന് എന്തായാലും എല്ലാം വൃത്തിയാക്കി. ഇനി അവരെ കുളിപ്പിച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഡോണ് കുളിയിലോട്ട്. ഡോണിൻ്റെ ദേഹം മൊത്തം ചടക്ക് പിടിച്ചാകെ നാശമായിരിക്കുമായിരുന്നു. കുറേയൊക്കെ ഈരി ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതിന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ചെയ്യുക. അങ്ങനെ നല്ല കുട്ടിയായിട്ട് അനുസരണയോടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ദേഹം മൊത്തം അഴുക്ക 2-3 റൗണ്ട് ഷാമ്പുവും സോപ്പും ഒക്കെ തേച്ച് വൃത്തിയാക്കി എടുക്കുക. സൈലൻ്റായിട്ട് നിന്ന് കൊടുക്കുക. അവന് തന്നെ അറിയാം അവൻ്റെ ശരീരം മൊത്തം അഴുക്കാന്ന്. ഒരു കുഴപ്പമില്ല. എല്ലാവരും വലിയ സന്തോഷത്തില്ല. മോളെ കണ്ടു കഴിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷം എല്ലാവർക്കും. ഇവിടെ എല്ലാം കാട് പിടിച്ച് നാശമായി കിടക്കുമായിരുന്നു. കൊച്ചെല്ലാം തൂത്ത് വൃത്തിയാക്കി എല്ലാം ഇതാക്കി എന്നുള്ളത്. എല്ലാത്തിനെയും തേച്ച് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഡോണാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അവൻ്റെ ദേഹത്ത് മൊത്തം അഴുക്കും ചിടക്കായിരുന്നു. അവൻ്റെ സൈഡിൽ നടുവിൻ്റെ സൈഡൊക്കെ ബ്ലേഡിന് ഞങ്ങൾ കത്രിക്ക് കട്ട് ചെയ്ത് വിട്ടത്. ഈരിയിട്ടൊന്നും വരാത്തതുകൊണ്ട് കട്ട് ചെയ്തങ്ങ് കളഞ്ഞത് രോമൊക്കെ. അനങ്ങാതെ നിന്ന് കൊടുക്കുന്നുണ്ടല്ലേ. കുളിക്കുക, ഡീസൻ്റായിട്ട് കുളിക്കുക. 1-1.5 മാസമായി കുളിച്ചിട്ട്. അതുകൊണ്ട് ഡീസൻ്റായിട്ട് നിന്ന് കുളിക്കുക. കാലയിൽ ചെറിയ മുറിവുണ്ടായിരുന്നതൊക്കെ കൊടുത്ത്. എന്നാലും അവിടെ ആ പാടുണ്ട്. വീണ്ടും ഇതാക്കി കഴിഞ്ഞാൽ വീണ്ടും ചോര വരുന്ന രീതിയിൽ നിൽക്കുക. അല്ലാതെ മുറിവില്ല. മുറിവിന് കൊടുത്തു. നമ്മളെന്നും ഓയിൽമെൻ്റ് ഇട്ട് റെഡിയാക്കി എടുത്തേ. നനഞ്ഞു കഴിഞ്ഞപ്പോൾ ആളിൻ്റെ ആ ഗെറ്റപ്പൊക്കെ അങ്ങ് പോയി. വെള്ളത്തിൽ വീണ കോഴിയുടെ കൂട്ടായി. രോമത്തിൻ്റെ ഗെറ്റപ്പേ ഉള്ളൂ ഡോണിന്. തലേ വെള്ളം ഒഴിക്കുന്നത് മാത്രമേ അവനെ അങ്ങോട്ട് പിടിക്കത്തില്ല. കുടഞ്ഞെല്ലാത്തിനെയും ഓടിച്ചെന്നുണ്ട്. അടുത്ത് നിൽക്കാൻ പറ്റുന്ന രീതി അവൾ കുടഞ്ഞുകൊണ്ട് ഒരാൾ തുറന്നിട്ട് കീഴിൽ കയറി. കുളിപ്പിക്കുന്നതുകൊണ്ട് അവൾ അതിൻ്റെ കീഴിലോട്ട് അങ്ങ് കയറി പേടിച്ചിട്ട്. കുളിക്കുന്ന ഇഷ്ടമല്ല അവൾക്ക്. അതുകൊണ്ട് അവൾ അതിൻ്റെ കീഴിൽ കയറി. പിങ്കി അതിൻ്റെ കീഴിലും തുറന്ന് അതുകൊണ്ട് ആ 2 കട്ട എടുത്ത് വെച്ചേക്കുന്നുണ്ട്. തിണ്ണ മൊത്തം തുറന്ന് മറിച്ച് കളഞ്ഞെന്നുള്ളത്. ഭയങ്കര ഒരു വങ്കാട്ടിരിക്കുന്നു. മകരിന് അത്രയ്ക്ക് പവറാണ് അവിടെ. ഇപ്പം മോള് വന്നുകൊണ്ട് പിള്ളേരെ എല്ലാം തേച്ച് പിടിപ്പിക്കാനും വീടും പരിസരമൊക്കെ അതുകൊണ്ട് എല്ലാം വൃത്തിയാക്കി ഒരു തച്ച് പണി ചെയ്തെന്നുള്ളത്. ഒരാളെ കണ്ട കസര ഇട്ട് ചാരി നിന്ന് നോക്കുക. അയാൾക്ക് വലിയൊന്നുമില്ല. ഉണ്ടല്ലേ കുളിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. ശ്രീജമ്മയുടെ ഇടയ്ക്കെല്ലാം ഞങ്ങൾ വൃത്തിയാക്കി. അവിടെ എല്ലാം കാട് പിടിച്ച് ചെളിയായിട്ടൊക്കെ കിടക്കുമായിരുന്നു. മൊത്തം വൃത്തിയാക്കി. ഒരുപാട് പണിയായി വൃത്തിയാക്കി എടുക്കാൻ. പിങ്കിയായിട്ട് കളിയാണ്. ഓക്കെ, കമ്പ് കട്ടേജ് അവൾ ചാടി പിടിക്കുകയും ചെയ്യും അവനെ. എന്നാലും കളിക്കാൻ ചെല്ലുക. മോനും അതേപോലെ മോളെ കണ്ടതിൻ്റെ ഇളക്കത്തില്ല. എല്ലാവരും അവൾ വരുമ്പോഴാണ് ഒരു അനക്കം വരുന്നത്.
കൂട്ടിനകത്തിട്ട് കൂട്ടടയ്ക്കുക. ഇന്ന് മോച്ചാനൊക്കെ വലിയ പണിയൊന്നുമില്ല, എല്ലാം ചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിക്കും. മോള് വന്നപ്പോൾ കുറേ ടൂള് മേടിച്ചുകൊണ്ട് വന്ന് അത് രാവിലെ തന്നെ എല്ലാവർക്കും കുറേ കൊടുത്തിട്ടുണ്ട്. വീടും പരിസരം വൃത്തിയാക്കുന്നത് ഭയങ്കര പണിയായിരുന്നു. മഴയല്ലേ, തൂത്താലൊന്നും പോകത്തൊന്നുമില്ല. പിന്നെ കൊച്ചെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ പണി ചെയ്യേണ്ടി വന്നു അവിടെ. ഞങ്ങൾ എല്ലാം വൃത്തിയാക്കി. ഇനി മോള് പോകാനുള്ള തയ്യാറെടുപ്പില്ല. ചോറും കൂടെ കൊടുത്തിട്ട് പങ്കി അഴിച്ചുകൊണ്ട് കെട്ടാന്ന് കഴിഞ്ഞപ്പോൾ അവൻ കുരുക്കി അവിടെ ചൂടിൻ്റെ ഇടയിൽ കയറി അത് കുരുങ്ങിപ്പോയി. എല്ലാവരും മോളെ പറഞ്ഞു കിടക്കും. അവള് പോകുമെന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് അവിടെ പുറകിലാണ് എല്ലാ എണ്ണവും. അയ്യോ ചേച്ചി പുറകില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പോലെ അവിടെ പുറകിലെല്ലാവരും നടക്കുന്നു. മോനും അവിടെ പുറകിൽ നടക്കുക പോകണ്ടെന്നും പറഞ്ഞു. ഇപ്പോൾ എല്ലാവരെയും അഴിച്ചു കൊണ്ടുവന്ന് കെട്ടുക. ഡോണ് കുളിച്ച് സുന്ദരനായി, എല്ലാവരും കുളിച്ച് സുന്ദരനായി. കിടക്കുന്നിടക്കെല്ലാം കഴുകി വൃത്തിയാക്കിയത്. ഡോണ് പിന്നെ പെട്ടെന്ന് തന്നെ അവൻ ചെളിക്കകത്ത് പോയി കിടക്കും. അവനങ്ങനൊന്നുമില്ല. അവൻ കാണുന്നിടത്തെല്ലാം പോയി കിടന്നു. ശരിക്കും ചടക്കായിരുന്നു അവൻ്റെ സൈഡ് കേട്ടോ. സൈഡിൽ രോമമെല്ലാം ഞങ്ങളുടെ കാലിൻ്റെ അവിടുത്തെ ഏണിനൊക്കെ ഉള്ള രോമമൊക്കെ ഞങ്ങൾ കണ്ടിച്ചങ്ങ് കളഞ്ഞു. അല്ലാതെ പറ്റത്തില്ലായിരുന്നു. ഈരിയിട്ടൊന്നും പറ്റുന്നില്ല. ഈരി കുറേ എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നല്ല നല്ല ചടക്കായിട്ട് കിടന്ന് അത് കട്ടി കളഞ്ഞു. ഒരു കിൻഡല് തുണി ഉണ്ടായിരുന്നു ഇവർക്ക് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ മഴയില്ല, അതുകൊണ്ട് തുണി വേണ്ട. തുണി ഇട്ട് കൊടുത്താൽ എല്ലാം മാറ്റി വാരി കളഞ്ഞെന്നുള്ള എല്ലാം വാരിയിട്ട് അപ്പുറത്തോട് കളഞ്ഞ് ഉണങ്ങാൻ അത് തീ കത്തിക്കാനും പറ്റത്തില്ല. ചോറുമൊക്കെ കൊടുത്തിട്ട് ഇന്നലെ ഞങ്ങൾ വെല്ലയിൽ പോയി കണ്ടിരുന്നു. വെല്ല കുഴപ്പമില്ല. പിന്നെ നമ്മളെ കാണുമ്പം വെല്ലയ്ക്ക് ഭയങ്കര വിഷമമാണ്, വരാനൊക്കെ തോന്നും. എല്ലാവരും പറയുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിൽ കൊണ്ടിടാം. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ആ വെല്ല നമുക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളങ്ങനെ നമ്മുടെ പിള്ളേരെ കൊടുക്കത്തില്ലല്ലോ. മോള് മാസത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വരുത്തുള്ളൂ. നമുക്ക് വെല്ല ഒരു കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അതിനെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇറക്കി വിടണം. ഖുറാനും പെടുക്കാനും ഒക്കെ ഇറക്കി വിടണം. നമുക്ക് അന്നേരം ഒന്നും വന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ കാര്യം നോക്കണം, നമ്മുടെ കാര്യം നോക്കണം, മോൻ്റെ കാര്യം നോക്കണം, ഒരുപാട് കാര്യങ്ങളില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ദിവസം 3 വട്ടമൊന്നും വന്ന് അവരെ അഴിച്ച് വെളിയിലിറക്കി വിടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അപ്പോൾ വെല്ല അതിനകത്ത് ദൂരെയും പിടിക്കുകയൊക്കെ ചെയ്ത് അതിനകത്ത് തന്നെ കിടക്കും. പിന്നെ കൂട് ക്ലീൻ ചെയ്യണം. അതൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ വെല്ല കൊടുത്തത്. നമ്മുടെ ആൾക്കാർക്ക് തന്നെ കൊടുത്തത്. അവർ നോക്കിക്കോളും. അവർ നല്ല രീതിയിൽ തന്നെ അവർ പെരയ്ക്കകത്തിട്ട് തന്നെ വളർത്തുന്നത്. അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വരുമ്പോൾ നമുക്ക് തീരണമെങ്കിൽ തിരിച്ച് മേടിക്കാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇപ്പം അവിടെ നിൽക്കട്ടെ. പിള്ളേരെ എവിടെ ആയാലും സന്തോഷത്തോടെ ഇരുന്നാൽ മതിയല്ലോ. നമുക്കതാണ് വേണ്ടത്. അല്ലാതെ വഴി വലിച്ചെറിയാനും പട്ടിണി കിട്ടു കൊല്ലാനും ഒന്നും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എവിടെ ആയാലും അവർ നല്ലപോലെ ഇരിക്കട്ടെ. നമ്മൾ തന്നെ നോക്കണമെന്നില്ല. നമ്മുടെ ആൾക്കാരാകുമ്പോൾ അവർ നോക്കിക്കോളും. പിന്നെ ഇവരെ ഒന്നും വേറെ ആർക്കും കൊടുക്കാത്തതാണ്. ഇവർ നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് ഇവർ 3 പേര്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഡോണ് കണ്ടില്ലേ, അഴിച്ചു വിട്ടേക്കുക ഫുൾ ടൈം. അവൻ അപ്പുറത്തൂടെ വേലിയുടെ ഇടയിൽ കൂടെ വേണമെങ്കിൽ അവനും പോവും. അവൻ പോകത്തില്ല. ഇവരെ 2 പേരെ പൂട്ടിയിട്ടേക്കുന്നത് ഇവർ പോകും. അതുകൊണ്ടാണ് ഡോൺ ഇവരെ നോക്കി ഇവിടെ ഇങ്ങനെ കിടന്നു പോകും. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ അവൻ്റെ കൂട്ടിൽ പോയി കിടക്കും. ഇടയ്ക്ക് കൂട്ടിനകത്ത് പോകും. പിന്നെ പെരയുടെ 4 സൈഡിൽ നടക്കും. അത് കുഴപ്പമില്ല. ചേച്ചി വന്നുകൊണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട്. നോക്ക്, കണ്ട സന്തോഷം അവരുടെ മുഖത്തും അവരുടെ ശരീരത്തും എല്ലാം അറിയാൻ പറ്റും. അവളെങ്ങോട്ട് തിരിഞ്ഞാലും നോക്കുക ഡോണ്. അത് പോകുവാന്നോ അവൻ്റെ നോട്ടം. എല്ലാവരും ചേച്ചിയായിട്ട് വലിയ അടുപ്പം.
അതുകൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും നോക്കും, മുറ്റത്ത് പോകുമെന്നോ എന്നുള്ള ഒരു രീതിയിൽ അവർ നോക്കുന്നു. അവിടെ ചെന്നപ്പോൾ ബെല്ലേ അതേപോലെ ഓടയായിട്ടോട്ട് ചാടി കയറുന്നത്. എല്ലാവരും അവളുമായിട്ടാണ് കൂടുതലെടുപ്പ്. ഇതിനെല്ലാം കൂടുതലും കൊണ്ടുവന്ന് വളർത്തുന്ന അവളാണ്. എവിടെ കിട്ടിയാലും എടുത്തുകൊണ്ട് വരുന്നത്, അല്ല എവിടെ കിട്ടിയാലും മേടിച്ചുകൊണ്ട് വരുന്നത്. ബെല്ലയൊക്കെ നമ്മൾ 12,000 രൂപ കൊടുത്ത് മേടിച്ചതാണ്. അതെല്ലാം മോടെ പരിപാടിയാണ്. ബെല്ല പിന്നെ ഡോണിന് അത്രയും പൊക്കമില്ല, ഇച്ചിരി പൊക്കം കുറവാണ് ഡോണിനേക്കാളും. ആൾക്കാരായിരിക്കും മോശമായെന്ന്, അല്ല ഡോണിനേക്കാൾ ഇച്ചിരി പൊക്കം കുറവാണ് ബെല്ല. ഇതൊന്നും അല്ലായിരുന്നു, 5-6 ഉണ്ടായിരുന്നു. 1-2 നമ്മൾ വിട്ടു പോയത് കൊണ്ടാണ്. ഒരു പപ്പി ഉണ്ടായിരുന്നു, ടൈഗർ ഉണ്ടായിരുന്നു, ഇവരെല്ലാം നമ്മളെ വിട്ടുപോയി. ടൈഗറൊക്കെ പിന്നെ 10-15 വയസ്സ് വരെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. പിള്ളേരായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് പങ്കിച്ചാണ് ഞാൻ ഒരുപാട് ദൂരെ എത്തുമ്പോഴേ എന്നെ അവർ തിരിച്ചറിയുന്നുള്ളത്. വണ്ടിയുടെ ഓണടിയാണോ എന്തുവാണെന്നറിയത്തില്ല. കാറി വന്നാലും അവൾക്കറിയാം, ദൂരെ വരുമ്പോഴേ അവളിവിടെ തലയും പൊക്കി നോക്കിയിരിക്കും. എങ്ങനെ വന്നാലും അവൾക്കറിയാമെന്നുള്ള നമ്മുടെ ചലനം എങ്ങനെയാണെന്ന് അറിയത്തില്ല അവൾ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അടുക്ക എത്താറാകുമ്പോഴേ വരത്തുള്ളൂ. പക്ഷേ നമ്മൾ ഒരുപാട് ദൂരെ എത്തുമ്പോഴേ അവൾ എണീറ്റിരിക്കും അങ്ങോട്ട് നോക്കി. അന്നേരം ആ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നു വരുന്നുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും മെസ്സേജൊക്കെ ഇടുന്നുണ്ട് നോക്കുന്നതിനെ പറ്റിയൊക്കെ. എന്തായാലും നമ്മൾ നോക്കും, അവരെ നോക്കാൻ വേണ്ടി തന്നെ ആണല്ലോ. പിന്നെ മോക്കെപ്പോഴും വന്ന് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ വല്ലപ്പോഴും മാസത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം വരാൻ പറഞ്ഞിട്ടുണ്ട്. വന്ന് കുളിപ്പിക്കുകയും ഇപ്പോൾ വിരയുടെ ഗുളികയെല്ലാം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി 2 ആഴ്ചത്തേക്ക് കുഴപ്പമില്ല, നിന്നോളും. അത് കഴിയുമ്പോഴത്തേക്ക് മോള് വയ്യ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എപ്പോഴും ഓടി ഓടിച്ചും വരാനും പറ്റത്തില്ല. അവൾ തിരുവനന്തപുരത്ത് നിന്ന് പഠിക്കുക. അപ്പോൾ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അവരെ നോക്കാനും എടുക്കാനും വേണ്ടി സമയം വളരെ കുറവാണ്. എന്നാലും ആ തിരക്കിനിടയ്ക്ക് ഞാൻ കൃത്യമായിട്ട് വന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം ഇതുവരെ ഞാൻ അങ്ങനെ മുടക്കാറില്ല. ചില ദിവസം ഉള്ളു, ചിലപ്പോൾ 3 മണിയൊക്കെ ആയി പോകുന്നത്. എന്നാലും ഞാൻ അങ്ങനെ ദൂരെ പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ അവർക്ക് ടൂൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് പോകത്തുള്ളൂ. എവിടെയെങ്കിലും പോയി ഇച്ചിരി ലേറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്ന സ്ഥലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടൂൾ എന്തെങ്കിലും കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ വലുതായിട്ട് വിശക്കത്തില്ല. അത് ഇങ്ങനെ തിന്ന് വെള്ളവും കുടിച്ച് കുതിർന്ന് കയറി ഇങ്ങനെ കിടന്നോളൂ. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു ദിവസം ഒരു 3-3:30 ആയി ഞാൻ വന്ന് ചോറ് കൊടുത്തപ്പോൾ. കോട്ടയം വരെ പോയതാണ്, വന്നപ്പോൾ ലേറ്റായി. അങ്ങനെയുള്ള ദിവസങ്ങളുള്ളൂ ബുദ്ധിമുട്ട്. അതിന് ഞാൻ രാവിലെ എന്തെങ്കിലും ചെയ്തിട്ട് പോകും. വേറെ ആരും മുമ്പൊന്നും കൊടുക്കത്തില്ല. ഡോണിനെ എല്ലാവർക്കും പേടിയാണ്. ഡോണിനെ അല്ല ശരിക്കും പേടിക്കേണ്ടത്, പങ്കിയാണ് പേടിക്കേണ്ടത്. പക്ഷേ ഡോണിനെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയായതുകൊണ്ട് ആരും ചോറ് കൊണ്ട് കൊടുക്കാനൊന്നും വരുന്നില്ല. ആരെങ്കിലും ഏൽപ്പിച്ചാലൊന്നും നടക്കത്തില്ല. പങ്കിച്ച് ഡേഞ്ചറാണ്, അത് കയറി പിടിക്കും. ആരുമായിട്ടൊന്നും പങ്കി ഇണങ്ങത്തില്ല പെട്ടെന്ന്. നമ്മൾ തന്നെ ഇപ്പോൾ 10 വർഷമായിട്ട് വളർത്തുന്നെങ്കിലും അവിടെ വയറ്റത്തോ അങ്ങനെ ഒന്നും പിടിച്ച് അവളെ ഒന്ന് പൊക്കിയെടുക്കാനോ ഒന്നും ശ്രമിക്കാൻ ഞങ്ങൾ ചെല്ലത്തില്ല. അവൾ അന്നേരം മുറുകുറുക്കൊക്കെ ആടി പിടിക്കുകയും ചെയ്യും. ഈ ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ പൊക്കിയെടുത്ത് ഓളായിട്ടുണ്ട് നടക്കും. പക്ഷെ അവളെ മാത്രം പറ്റത്തില്ല. അവളൊരു പ്രത്യേക ടൈപ്പാണ്. പൊക്കിയെടുക്കാനൊന്നും അവൾ സമ്മതിക്കത്തില്ല. അത് അവൾക്ക് ഇഷ്ടമല്ല, എന്താണെന്നറിയത്തില്ല. ഇവരെയൊക്കെ നമ്മൾ പൊക്കിയെടുത്ത് ഓളായിട്ടുണ്ട് നടക്കുകയോ പൊക്കിക്കൊണ്ടുവന്ന് കളിക്കുകയൊക്കെ ചെയ്യും. പങ്കി മാത്രം അങ്ങനെ ചെയ്യാൻ ചെല്ലാൻ പറ്റത്തില്ല. അവൾ ദേഷിക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ ചെല്ലത്തില്ല. പിന്നെയും വലിയ കുഴപ്പമില്ലാതെ കുളിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ അടുത്തിരിക്കുവാണെങ്കിൽ മിണ്ടത്തില്ല, അല്ലെങ്കിൽ കടിക്കുവാണ്. തലയെ വെള്ളം ഒഴിക്കുമ്പോൾ അവൾ അന്നേരം പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ പിള്ളേരെ വിശേഷങ്ങൾ ഇതാണ്. മോളെ അവരെ കുളിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. കുളിപ്പിച്ച് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനും വേണ്ടി മോള് വന്നതാണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് ചേച്ചി തൂത്തപ്പോൾ ഇയാൾ മേടിച്ച് തൂക്കുന്നുണ്ടാവും. മോൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ചൂല് മേടിച്ച് തൂക്കുക. അതെല്ലാം തൂത്തിട്ടിട്ട് പോയെങ്കിൽ പിന്നെ ചോറ് കിടന്ന് ഉറുമ്പോൾ ഒന്നും കയറത്തില്ല. അതാണ്. ഇനിയിപ്പോൾ മോളെ കൊണ്ടുവിടാനായിട്ട് പോവുക. പോകുന്ന സമയത്ത് ഇവരിനി കിടന്ന് നിലവിളിക്കും. ഞങ്ങളിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളങ്ങോട്ട് ഇറങ്ങാമെങ്കിൽ ഇവിടുന്ന് പൂവൊക്കെ തുടങ്ങും. ഭയങ്കര വെള്ളമായിരിക്കും. അതെല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. ഭയങ്കര നില
നിലവിളി ഇനി കേൾക്കാം. പങ്കിയെടുത്ത കുഴിയാണ് അവിടെ, ഇപ്പോഴും വെള്ളം തോന്നിട്ടില്ലെന്നുള്ളത്. ഇന്ന് മഴയൊന്നുമില്ല, 2 ദിവസമായിട്ട് മഴയില്ല, എന്നിട്ട് ആ വെള്ളം കിടക്കുന്നുണ്ടോ കുഴിക്കാൻ. പിന്നെ ഇപ്പോൾ ഡോണിനെ കുളിപ്പിച്ച കുറച്ച് വെള്ളമുണ്ട്. ചേച്ചിയോട് അടക്കും അവൻ ഭയങ്കര ഇതാ അവൾ പോകുമ്പോൾ. എങ്ങോട്ട് പോയാലും അവൻ പുറകിന് പോകും, എങ്ങോട്ട് പോയാലും ചേച്ചിയുടെ പുറകിന് നടക്കുന്ന പണിയാവുന്നുള്ളത്. കാരണം അവനറിയാൻ പോകുമെന്ന്, അതുകൊണ്ട് അത്രയും സമയം കൂടെ നടക്കാൻ വേണ്ടി അവൻ കൂടെ നടക്കുന്നുണ്ട്. എന്തോ സ്നേഹമാണെന്ന് നോക്കും. നമ്മളോടൊന്നും അത്രയില്ല, പക്ഷെ ചേച്ചി വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇതാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര ഇതാണ്. അത് പിങ്കിയുടെ ചോറടിച്ചു മാറ്റി തിന്നുന്നത്. അപ്പോൾ എല്ലാവരും കുളിച്ച് വൃത്തിയായി സുന്ദരിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. പരിസരവും വൃത്തിയാക്കി. മഴയില്ലാതെ ഇന്നുകൊണ്ട് കുഴപ്പമില്ല, ഇന്നിപ്പോൾ മഴയില്ലായിരുന്നു, അതുകൊണ്ട് എല്ലാം വൃത്തിയാക്കി എടുത്ത്. ഇനി മോള് അടുത്ത ആഴ്ച വരാമെന്ന് പറയുന്നത്. അടുത്ത ആഴ്ച വരക്കൊന്നും നടക്കത്തില്ല, 2 ആഴ്ച കഴിയുമ്പോൾ വരും. അന്നേരം വീണ്ടും ഇവരെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കാം. അതുവരെ അവരിങ്ങനെയൊക്കെ നിൽക്കട്ടെ. ഇപ്പം നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം നോക്കാൻ പറ്റത്തുള്ളൂ. ഇവരുടെ കാര്യം നോക്കണം, എനിക്കും പുറത്തോട്ട് പോകണം, പല പ്രശ്നങ്ങളും ഉണ്ട്, അതെല്ലാം ചെയ്യണം. അതുകൊണ്ട് ഉമ്മയൊക്കെ തരും. പങ്കിച്ചിയുടെ ഉമ്മ വെച്ചാൽ ഉമ്മയൊക്കെ തരും. പിങ്കിയും പങ്കിയും ഡോണും എല്ലാം ഉമ്മ തരും. ഞാനായണ്ട വയറ്റത്തൊക്കെ പിടിച്ചിട്ടാണ് അനങ്ങാൻ നിൽക്കുന്നത്. മോനെ കാണുമായിരുന്നു, ഇപ്പോൾ ചാടി പിടിച്ചായിരുന്നു. ഒരു പരുവത്തിലൊക്കെ പറ്റത്തുള്ളൂ അവളോട്. ഉമ്മ തരും എന്താ ഉമ്മയൊക്കെ തരും. ഉമ്മ തരുന്ന നോക്ക് ഡീസൻ്റായിട്ട്. ഉമ്മയൊക്കെ തരും. കൈ വിട്ട് വിളിക്കുന്നുണ്ട് അടുത്തോട്ട് ചെല്ലാന്ന്. അവളെ തൊട്ടോണ്ടിരിക്കണം, ദേഹത്ത് തൊടാന്ന. അപ്പോൾ അടുത്ത ആൾ വരും. ഇത് കണ്ടാൽ മതി, ഡോണ് ഇടയ്ക്ക് അലമ്പുണ്ടാക്കാൻ വരും. കണ്ടില്ല, ഇപ്പോഴാണ് കണ്ട ഡോണ്. ഉണ്ടോ? അല്ലെങ്കിൽ അവൻ സമ്മതിക്കത്തില്ല. അവന് ഉമ്മ വരുന്നുണ്ടോ? ഉമ്മയൊക്കെ ആര്യം ചോദിച്ചാലും തരും. സൂര്യൻ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കെട്ടാൻ. അപ്പം മോള് വന്നെല്ലാം വൃത്തിയാക്കിയിട്ട് പോവുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് പിള്ളേരെ നോക്കുന്നതിനെയൊക്കെ പറ്റി. നമ്മളെന്തായാലും നോക്കിയിരിക്കും അവരെ, നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ബെല്ലയുടെ കാര്യം പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, നമുക്ക് ശ്രമിക്കാം, ഇനിയും ചെയ്യാം. ഓക്കെ, ബൈ.